നീ പറഞ്ഞ മറ്റേ ഗൾഫിൽ ജോലി ചെയ്ത നിന്റെ തന്തയെ കുറിച്ച് പറഞ്ഞല്ലോ നീ. അതാണ് നിന്റെ തന്ത, ഒറിജിനൽ തന്ത എന്നുണ്ടെങ്കിൽ അതല്ല അയലോക്കത്തുള്ള പള്ളിയിലുള്ള ഒസാൻ അല്ല മദ്രസ വാണം ഉസ്തു ആണ് നിന്റെ തന്ത എന്നുണ്ടെങ്കിൽ നീ ഇത് വായിച്ചിട്ട് വീഡിയോ ചെയ്യില്ല. നീ ആരാണ് എന്താണെന്ന് 15 വർഷം മുന്നേ എനിക്കറിയാം. നമ്മൾ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. അന്നേ നിന്റെ വർഗീയ മുഖം മനസ്സിലാക്കിക്കൊണ്ട് നിന്നെ മാറ്റി നിർത്തിയ ഒരാളാണ് ഞാൻ. 15 വർഷമായിട്ട് ഇന്ന് വരെ നിന്നായിട്ടൊരു കോണ്ടാക്ട് എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു വർഗീയ വിത്താണെന്ന് എനിക്ക് അന്നേ മനസ്സിലായത് കൊണ്ടാണ് നിന്നെ ഞാൻ മാറ്റി നിർത്തിയത്. ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു മുസ്ലിം സഹോദരന് വേണ്ടി രണ്ടു ഹിന്ദുക്കളായ, ഒരു മതേതരത്വ മൂല്യമുള്ള സാമൂഹിക പ്രവർത്തകനായ നല്ല ഹിന്ദുവായ ഒരു വ്യക്തിയുടെയും മറ്റൊരാൾ ബൈജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയും ഫോൺ സംഭാഷണവും ഒപ്പം തന്നെ അവരുടെ ചില പ്രശ്നങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് ആസ്പദമായ സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴക്കാരനായ യൂട്യൂബറും സാമൂഹിക പ്രവർത്തകനുമായ അൻസാരി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ ബൈജു എന്ന് പറയുന്ന ഒരാൾ ഈ അൻസാരി എന്ന വ്യക്തിയുടെ ഒരു ഫോട്ടോയുടെ തല വെട്ടി മാറ്റിയതിനു ശേഷം മോർഫിങ്ങിലൂടെ ഒരു കുരങ്ങന്റെ ചിത്രം വെക്കുകയും അത് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതാണ് ഈ ബൈജു ചെയ്തത്. അത് എന്തിനു ചെയ്തു എന്ന് ചോദിച്ചാൽ ഹിന്ദുക്കളായ പാവങ്ങൾ, അതായത് പാവപ്പെട്ട ഹിന്ദുക്കളെ സഹായിച്ചു എന്നതിന്റെ പേരിൽ ഹിന്ദുക്കൾക്കിടയിൽ പേരെടുക്കുന്നു എന്ന് ഈ അൻസാരി എന്ന് പറയുന്ന വ്യക്തി പേരെടുക്കുന്നു എന്നതിന്റെ പേരിലാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് സാമൂഹിക പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ നല്ല ഹിന്ദു എന്ന് പറയപ്പെടുന്ന സാജൻ കേച്ചേരി എന്ന് പറയുന്ന ഒരാൾ ഈ ബൈജുവിനെതിരെ പ്രതികരിച്ചു. അതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ബൈജു എന്ന് പറയുന്ന അയാൾ ശ്രീ സാജൻ കേച്ചേരിക്കെതിരെ അദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് ഭീഷണിയും അതുപോലെ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള വോയിസ് മെസ്സേജ് വായിച്ചിരിക്കുകയാണ്. അതുൾപ്പെടെ ഈ വീഡിയോ ചെയ്യുന്നു. ഇത് കണ്ടിട്ട് നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക. ഞാനിപ്പോ ഒരു വീഡിയോയിൽ വന്നല്ല എന്താ വെച്ചാൽ നമ്മുടെ അൻസാരി ഉസ്താദിനെ കുറിച്ച് വളരെ മോശമായിട്ട് ചാണക്യ ന്യൂസ് എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഇന്നലെയാണ് കണ്ടത്. ഞാൻ എന്റെ ഫേസ്ബുക്കിൽ എന്റെ പ്രതിഷേധം ഞാൻ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞു പറഞ്ഞ വിഷയം എന്താ വെച്ചാൽ ഞാനത് കണ്ടപ്പോൾ ഒരുപാട് വിഷമായി. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ആ ഒരു ഫോട്ടോ അറിയാലോ, തലയ്ക്ക് മേലെ കട്ട് ചെയ്തിട്ട് ഒരു കുരങ്ങന്റെ ഫോട്ടോ വെച്ചേക്കാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കളറ് കറുപ്പായത് കൊണ്ടാണ് ഈ പറയുന്ന ചാണക്യ ന്യൂസിലെ ബൈജു ഇത് ചെയ്തത്. അപ്പോൾ ബൈജുവിനോട് പറയാനുള്ളത്, ഞാനും ഏകദേശം അൻസാരി ഉസ്താദൊക്കെ ഏകദേശം ഒരു കളറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളൊക്കെ കറുത്ത ആളുകളാണ്. താങ്കൾ വെളുത്ത ആളാണ്, സമ്മതിച്ചു. താങ്കൾ സുന്ദരനാണ്, വെളുത്ത ആളാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ കറുത്ത ആളുകളായാലും വെളുത്ത ആളുകളിലും ചെറിയ വ്യത്യാസം നിങ്ങളും ഞങ്ങളും തമ്മിലുണ്ട്. ചെറിയൊരു വ്യത്യാസമുണ്ട്. താങ്കൾ വെളുത്തിട്ടാണ്, പക്ഷെ താങ്കളുടെ ഉള്ളില് കറുത്തിട്ടാണ്, ഫാഷാണ്. അതാണ് ഞങ്ങൾ കറുത്തിട്ടാണ്. ഞാനും ഉസ്താദൊക്കെ കറുത്ത ആൾക്കാരാണ്, സമ്മതിച്ചു. അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ ഞങ്ങളുടെ ഉള്ളില് തങ്കാണ്. ബൈജുവിന് മനസ്സിലായി കാണും. നീയും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇത്രേ ഉള്ളൂ. പിന്നെ നീ എൻ്റെ ചാനലിൽ പാർട്ണർഷിപ്പ് ആവുമെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ആ വഴിക്ക് ചിന്തിക്കാഞ്ഞത് നിന്റെ മൈൻഡിൽ അതൊരു വർഗീയതയുടെ ചാനലായിരുന്നു. മനസ്സിലായ? എന്നിട്ട് ഞാൻ നിനക്ക് ഇന്ന് മെസ്സേജ് അയച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു ഫോട്ടോ ചെയ്തത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചത്. അതിന് നീ തന്ന മറുപടി ഞാൻ ഈ വീഡിയോയിൽ വെക്കുന്നുണ്ട്, ജനങ്ങൾ കാണട്ടെ. അതാണ് നീ തന്ന മറുപടി. നീ ഒരു കാര്യം മനസ്സിലാക്കുക, സാജൻ കേച്ചേരിനെ 99%, 100 ഞാൻ പറഞ്ഞില്ല, 99% ആളുകൾക്കും അറിയാം ഏത് രീതിയിലുള്ള ആളാണെന്ന്. ഇതുപോലെ ചാരിറ്റി നിന്നും കൊണ്ടുവന്ന പൈസ നക്കി തിന്നുന്ന ആളാണോ, അതുപോലെ നീ പറഞ്ഞല്ലോ ജിഹാദികളുടെ ആസനം നക്കി തിന്നുന്ന ആളാണോ, ഇതൊക്കെ എന്നെ അറിയാവുന്ന ആളുകൾക്ക് അറിയാം. ഇനി കൂടുതലൊന്നും പറയണ്ട. കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ചാരിറ്റിക്കാരൻ പറയട്ടെ, സാജൻ കേച്ചേരി ഏത് തരക്കാരനാണ്, മോശക്കാരനാണോ, ചാരിറ്റി കളനാണോ എന്നുള്ളത്. ഈ ഒരു കാര്യം എനിക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഇപ്പൊ നിന്ന് സംസാരിക്കുന്നത് ഞാൻ താമസിക്കുന്ന എൻ്റെ ഫ്ലാറ്റിലാണ്. ഓക്കെ, കാണുന്നുണ്ട് അവൻ്റെ ബാക്കിൽ ഫ്ലാറ്റ്. ഇതൊന്ന് കാണണം. കാരണം ഏകദേശം ഒരു 33 വർഷമായി ഈ ഫ്ലാറ്റ് വന്നിട്ട്. 33 വർഷം എന്ന് പറഞ്ഞാൽ നീയൊക്കെ ചിലപ്പോൾ അണ്ടിക്കുഴി കളിക്കുന്ന സമയമായിരിക്കും. ആ സമയത്താണ് പറയുന്നത്. ആ സമയത്തുള്ള ഫ്ലാറ്റിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. അത്ര നീ ഉള്ളോ? നീ മാത്രമല്ല, കേരളത്തിലുള്ള ചാരിറ്റിക്കാരൊക്കെ മൂക്കൊരുപ്പിച്ച് സ്കൂളിൽ പോകുന്ന സമയത്തുണ്ട് എനിക്ക് ഈ ഫ്ലാറ്റ്. ഓക്കെ, ആ ഫ്ലാറ്റ് ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ട, പുഴയുടെയാണ്.
പുഴയുടെ അടുത്താണ് ഫ്ലാറ്റ് ഇട്ടാ കണ്ടാ. ഓക്കെ, 2 ഫിൽറ്ററൊക്കെ വെച്ചിട്ടുള്ള ഫ്ലാറ്റാണ്. ഏകദേശം ഒരു 10 ഫ്ലാറ്റ് ഉണ്ട്. 10 ഫ്ലാറ്റ്, ഫാമിലി ഫ്ലാറ്റാണ്. 10 റൂമുണ്ട്. ഓക്കെ, ചുരുങ്ങിയതൊരു ഏകദേശം ഒരു 60,000 റുപ്യ ഇതൊന്ന് വാടക കിട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ? എൻ്റെ അച്ഛൻ ദുബായിലെ റാഷീദ് ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റ് ആയിരുന്നു. ഏകദേശം ഒരു 30 വർഷം മുന്നൊക്കെ അദ്ദേഹം വേണ്ടാന്ന് വെച്ച് പോന്നു. ഇപ്പോൾ ആൾ മരിച്ചു. അന്ന് ആൾക്ക് 1 lakh സാലറി ഉണ്ടായിരുന്നു. 1 lakh സാലറി. ആ റാഷീദ് ഹോസ്പിറ്റലിലെ സ്റ്റാർട്ടിങ്ങിൽ ജോലിയുള്ള ആളാണ് എൻ്റെ അച്ഛൻ. മനസ്സിലായ? അധ്വാനിച്ച് പണിയെടുത്തിട്ട് ഉണ്ടാക്കിയ ഫ്ലാറ്റാണെന്ന് അർത്ഥം. ഇത് ഞാൻ നിനക്കൊരു എക്സാമ്പിൾ മാത്രമാണ്. അത്യാവശ്യം നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നിന്നെ പോലെ വല്ലവരുടെ വർഗീയത വിളമ്പിക്കൊണ്ട് നക്കി തിന്നുന്ന ആളല്ല സാധനം കഴിച്ചിരുന്നെങ്കിൽ നീ ജസ്റ്റ് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഫ്ലാറ്റ് കാണിച്ചു തന്നത്. ഓക്കെ, നീ ജീവിക്കുന്നത് എങ്ങനെയാണ്, ഉസ്താദ് ജീവിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിനക്ക് ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം. നീ ജീവിക്കുന്നത് നിന്റെ ഒരു ചാനൽ ഉണ്ടാക്കി വർഗീയ ഹിന്ദുക്കളെ ഒറ്റക്കെട്ടായി എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിം വിരോധികളും ക്രിസ്ത്യൻ വിരോധികളുമാക്കി മാറ്റി ഒരു കുറച്ച് അറിവില്ലാത്ത ഹിന്ദുക്കളെ നിന്റെ കൂടെ കൂട്ടിക്കൊണ്ട് ആ ചാനലിൽ റീച്ച് കിട്ടി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നക്കി തിന്നുന്ന നീ ആര്, ഞങ്ങളാര്? ഉസ്താദ് അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിച്ച് മാന്യമായിട്ട് ജീവിച്ചു പോകുന്ന ആളാണ് ഉസ്താദ്. എനിക്ക് അത്യാവശ്യം വരുമാനമുള്ള സുഖസുന്ദരമായിട്ട് ജീവിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ വരുമാനത്തിൽ നിന്ന് ഒരുപാട് പേർക്ക് ഞാൻ സഹായികളും മരുന്നായിട്ടും ഡയാലിസിനായാലും വാടകയ്ക്കായാലും സാധനങ്ങൾ മേടിക്കാനായാലും കൊടുക്കുന്നുണ്ട്. അത് നിനക്കറിയണമെങ്കിൽ നീ എൻ്റെ അടുത്ത് പോവാ, എൻ്റെ ഫോണിൽ ഞാൻ കൊടുക്കുന്നത് കാണിച്ചു തരാം. എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കൊടുക്കുന്നത് ചാരിറ്റി പൈസ അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഞങ്ങളുടെ കളറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഉസ്താദിനെ പറ്റിയിട്ടോ മറ്റുള്ളവരെ പറ്റി പറയാൻ നിനക്കൊരു യോഗ്യത ഇല്ല മനുഷ്യ. നീ നിന്റെ ചാനലിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുക. ഞാനിത് പറയാൻ കാരണം ഉസ്താദ് നമ്മളെപ്പോലെ ഒരു ചാരിറ്റി ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തത്. പിന്നെ നീ ചെയ്ത അത്ര നല്ലതല്ല. പിന്നെ നിനക്കെതിരെ വരാൻ കാരണം എന്താ അറിയോ? നീ നല്ലവനല്ല എന്നുള്ളത് എനിക്കറിയാം. നിന്റെ സ്വഭാവം വർഗീയതയാണ്, മറ്റുള്ളൊന്നും ഞാൻ പറയുന്നില്ല. വർഗീയതയാണ്. വർഗീയതയുള്ള ഒരു മനുഷ്യൻ നല്ലവനാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. നീ വർഗീയത വിറ്റ് ജീവിക്കണമെന്നാ. മനസ്സിലായ? അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് 2 വാക്ക് നിന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഒരു എന്താ പറയുക, എനിക്ക് തന്നെ ഒരു മോശം പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ നിനക്കെതിരെ 2 വാക്ക് സംസാരിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അതുകൊണ്ട് നീ നല്ല രീതിയിൽ നിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. മറ്റുള്ള ആളുകളിൽ നിന്നും അതിൽ ഞങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്നുള്ളൊരു വേർതിരിവ് എന്നെ പഠിച്ചുള്ളില്ല. എന്നെ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ആളുകൾ മുസ്ലിം സഹോദരന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി മരിക്കവർ. അതുപോലെ തന്നെ ആ മുസ്ലിം സഹോദരന്മാർക്ക് ഹിന്ദുക്കളാണ് കൂട്ടുകാർ. ഞങ്ങൾ അങ്ങനെ വേർതിരിവ് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ അവർ പല രാഷ്ട്രീയക്കാരായിരിക്കാം. പക്ഷെ രാഷ്ട്രീയവും മതവും ഒന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ ടീമുകളിലൊന്നും അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. നീ ഇപ്പം ഒന്ന് പറഞ്ഞു ഇവിടെ ഹിന്ദുക്കളൊക്കെ ഒറ്റക്കെട്ടാവാൻ പോകുന്ന എല്ലാവർക്കും ബുദ്ധി ഉദിച്ചു, ഇവിടെ പിന്നെന്താ ജിഹാദികളുടെ കൂട്ടക്കടച്ചിൽ തുടങ്ങി, ആനയാണ് കുതിരയാണെന്ന് പറഞ്ഞിട്ട് നീ ഒരു യൂട്യൂബ് ചാനലിലൊക്കെ ഏതൊരു ആള് സംസാരിക്കുന്നതൊക്കെ കേട്ടു. എന്ത് കുന്തണ്ടാവാനാ? ഹിന്ദുക്കളൊക്കെ നിന്റെ കഷ്ടത്താണെന്നാണ് നിന്റെ വിവരം. ഒന്ന് പോയി പണിയൊക്കെ കിടക്കാം. ഞാനൊരു ഹിന്ദുവാണ്. ഹിന്ദു മുസ്ലിം എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. എന്നാലും പറയാം, നിന്നോട് പറയേണ്ടി വന്നു. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ നിന്റെ കഷ്ടത്വം നിന്റെ ടീമുകളുടെ കഷ്ടത്വം അല്ല. ഞാൻ തീരുമാനിക്കും ഞാൻ ആരാവണം, ഞാൻ എന്താവണം, ഞാൻ എങ്ങനെയാവണം, ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ഞാനാ തീരുമാനിക്കാം. നീയല്ല, അല്ലെങ്കിൽ നിന്റെ ടീമല്ല. നീ ഒന്ന് പോയി പണി നോക്കും. ഇവിടെ ഹിന്ദുക്കൾ ആണത്തുള്ള അന്തസ്സുള്ള ഹിന്ദുക്കൾ ഇവിടെ ഉണ്ട്. അവർ ചിന്തിക്കും എങ്ങനെ നിൽക്കണം, ആരുടെ കൂടെ നിൽക്കണം, എങ്ങനെ സംസാരിക്കണം, എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം. നീ പഠിപ്പിക്കണ്ട. നിന്റെ വർഗീയ വിത്തുകൾ ആ രീതിയിൽ വിട്ടാൽ മതി. മനസ്സിലായ? പിന്നെ നീ കൂടുതലും സംസാരിപ്പിക്കണ്ട. ഞാൻ ഇതുമ്പോൾ നിർത്തുകയാണ്. ഓക്കെ? നീ പറഞ്ഞ മറ്റേ ഗൾഫിൽ ജോലി ചെയ്ത നിന്റെ തന്തയെ കുറിച്ച് പറഞ്ഞല്ലോ നീ. അതാണ് നിന്റെ തന്ത, ഒറിജിനൽ തന്ത എന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് മെസ്സേജിലുള്ള കാര്യങ്ങൾ വായിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യും. അതല്ല അയലോക്കത്തുള്ള പള്ളിയിലുള്ള ഒസാൻ അല്ല മദ്രസ വാണം ഉസ്തുവാണ് നിന്റെ തന്ത എന്നുണ്ടെങ്കിൽ നീ ഇത് വായിച്ചിട്ട് വീഡിയോ ചെയ്യില്ല. അപ്പം നീ തീരുമാനിക്കും നിന്റെ തന്ത ഈ പറയുന്ന എന്താ നിനക്ക് ഫ്ലാറ്റ് ഉണ്ടാക്കുന്നത്, എന്താ മറ്റേ ഉണ്ടാക്കുന്നത് എന്തൊക്കെ പറഞ്ഞല്ലോ നീ. അതാണെങ്കിൽ ഇത് വായിച്ചിട്ട് ചെയ്യാനുള്ള നട്ടല് കാണിക്കുക. അല്ലെങ്കിൽ നീ ഏതാ മൊയ്തീനോ ജബ്ബാറിനോ, നീ വീഡിയോന്റെ ആദ്യം എന്തൊക്കെയോ വിളിച്ചു പറയുന്ന കുറെ സുഡാപ്പികളുടെ നെയിം ഉണ്ടല്ലോ, അതിലേതൊരു ഒരുത്തനുണ്ടായതാന്നുള്ളത് ജനങ്ങൾ വിശ്വസിക്കില്ലേ സാജനെ?
അപ്പോൾ മോൻ തീരുമാനിക്കുക ഏതാന്നുള്ളത്. ഇനി മോന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മോൻ വീട്ടിൽ ചോദിച്ചു നോക്ക്, കണ്ട, എന്നിട്ടൊരു തീരുമാനം എടുത്തിട്ട് ചെയ്താലും മതി. പെട്ടെന്നൊന്നും ചെയ്യണ്ട, ആലോചിച്ചിട്ട് മതി. കാരണം ചിലപ്പോൾ തന്ത ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ വിവരം കിട്ടാത്ത രീതിയിലാണെങ്കിലോ. അപ്പം അതൊക്കെ ശരിക്ക് അന്വേഷിച്ച് ആലോചിച്ചിട്ട് ഈ ടെക്സ്റ്റ് മെസ്സേജ് ഇതും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളത് തന്നെയാണ് കേട്ടാ. അപ്പം ഇത് പ്രകാരം മോനൊന്ന് ചെയ്യേ, എന്നിട്ട് ഈ പറഞ്ഞ ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലി ഏതാണ് തന്താന്നുള്ളത് മോനൊന്ന് തെളിയിക്കുക. ഇതൊക്കെ പറഞ്ഞ് ചെയ്യാം. വേണമെങ്കിൽ ഈ വോയിസും കൂട്ടിക്കോ കേട്ടാ. ഇത് ചെയ്യടാ. നീ നിന്റെ വീഡിയോയിൽ നിന്റെ തന്തയെ കുറിച്ച് പറഞ്ഞല്ലോ, അതിലെന്തെങ്കിലും ഒരു ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ചെയ്യ് സാധനെ. ഇതൊരു വെല്ലുവിളിയാണ് കേട്ടാ. മേലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ചെയ്യടാ. ആൺകുട്ടിയാണെ ചെയ്യടാ. നീ പറഞ്ഞ തന്തയ്ക്ക് ഉണ്ടായതാണ് ചെയ്യടാ. അത് വായിച്ചിട്ട് ചെയ്യടാ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജിഹാദികളുടെ തീട്ടവും നിന്ന് അവര് എറിഞ്ഞെറിഞ്ഞ് ഞാൻ കണ്ട് നിന്റെ വീഡിയോയുടെ കുറച്ച് ഭാഗം അതിൽ നീ വായിക്കുന്ന കാണുന്നുണ്ട്. പിന്നെ നിന്നെ കുറിച്ച് എനിക്ക് അറിയാടാ. നീ ചാരിറ്റി എന്ന് പറഞ്ഞു കണ്ട് ആൾക്കാരെ പറ്റിച്ച് നക്കി തിന്ന് ജീവിച്ച് നിന്റെ ഈ പ്രൊഫൈലിലുള്ള ഇവരൊക്കെ തീറ്റി ജീവിക്കുന്നുണ്ടല്ലോ. നാണവും മാനവും ഉണ്ടാ. ഹിന്ദു എന്ന് പറഞ്ഞ നെറ്റിയിൽ 2 ചന്ദനം തൊട്ടിട്ട് അതിന്റെ നടുവിൽ സിന്ദൂരം മറ്റും തൊട്ടുള്ള കാര്യമില്ലടാ. അതിന് ഒറിജിനൽ ഹിന്ദുവിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പറയണം. അത് നീ ഇനി പറഞ്ഞില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നീ തെളിയിക്കണം. നീ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ മേലത്തെ കാര്യം വായിച്ചിട്ട് ഒരു ലൈവ് ചെയ്യേ. അത്ര കണ്ടിയുറപ്പുണ്ടെങ്കിൽ ചെയ്യും. നീ ചെയ്ത് കാണിക്കടാ. അപ്പൊ നീ ആൺകുട്ടിയാന്ന് പറയും. ഓക്കെ, നീ വർഗീയതല്ല മറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നീ ജിഹാദികളെ മുസ്ലിങ്ങളെ സൂചിപ്പിച്ച് ജീവിക്കുന്നവനാണെന്നുള്ള എല്ലാവർക്കും അറിയാം, ഏതൊരു ഹിന്ദുവിനും അറിയാം. അതുകൊണ്ട് അതല്ല എന്നുള്ളത് തെളിയിക്കണം നിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പം മോനത് വായിച്ച് 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 ചെയ്യേ, ഓരോരുത്തരെ വായിച്ച് വായിച്ച് ചെയ്യേ. അപ്പോൾ നീ പറഞ്ഞ നിന്റെ ആ തന്ത അതൊക്കെ ഒറിജിനലാണ്, നമ്മൾ അംഗീകരിക്കാം. ഓക്കെ, അപ്പോൾ അത് ചെയ്തതിന് ശേഷം ബാക്കി പിന്നെ നോക്കാം. ഓക്കെ, നമസ്തേടാ മുത്തേ. നിനക്ക് പറ്റിയ ചിത്രം എന്തായാലും വെളിച്ചെണ്ണ കുപ്പി ഉണ്ട്, അൻസാരി കാത്തിരിക്കുന്നു. പോടാ, പോയി 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 തരത്തി പോയി 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 തരത്തി കളിക്കണം മോനെ. ഈ 2 വയസ്സും പുറത്തു പോകരുത്.